ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ജൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും മന്ത്ലി ജൂൺ മെസ്സേജിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്തായിരുന്നു? പാസ്റ്റിൽ ഞാൻ 5 സോഡ്സ് ആണ് കാണുന്നത്. ഈ എനർജിയാണ് നിങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ജൂണിൻ്റെ പുതിയ എനർജിയിലേക്ക് വരണേ. ജൂണിൻ്റെ കറണ്ട് എനർജി ഏസ് സോഡ്സ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്ന് വെച്ചാൽ ജൂൺ കഴിഞ്ഞിട്ട് ഏത് എനർജിയിലേക്കാണ് നിങ്ങൾ പോണത്, ഏത് എനർജിയാണ് നിങ്ങളുടെ ഉണ്ടാവാൻ പോണത്. 4 ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജൂൺ മാസത്തിൻ്റെ കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് അഡ്വൈസ് 9 ഓഫ് കപ്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ 7 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്കം ആണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഓവറോൾ എനർജി ജൂൺ മാസത്തിൻ്റെ 6 ഓഫ് വാൻഡ്സ്. അപ്പോൾ ക്യാൻസർ 6 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ആക്ച്വലി ഒരു വിക്ടറിയുടെ എനർജിയാണ്. അപ്പോൾ ജൂൺ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യത്തിൽ നല്ല സക്സസ്ഫുൾ മന്ത് ആയിരിക്കും. ഇൻഫാക്ട് കുറേ ആൾക്കാർ നിങ്ങളെ പ്രേസ് ചെയ്യും. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ ഫാമിലിയിൽ കുറേ നിങ്ങൾക്ക് റെക്കഗ്നിഷൻ കിട്ടും. നിങ്ങൾ ചെയ്ത കാര്യത്തിനോ നിങ്ങൾ എന്തെങ്കിലും മുമ്പേ ചെയ്ത കാര്യമില്ല വെച്ചാൽ ഇപ്പോൾ ജൂണിൽ ചെയ്യണ എന്തെങ്കിലും കാര്യം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ റെക്കഗ്നിഷൻ കിട്ടും, കുറേ അപ്രീസിയേഷൻ കിട്ടും. കുറേ ആൾക്കാർ നിങ്ങളെ പ്രേസ് ചെയ്യും. നിങ്ങൾ സ്പോട്ട് ലൈറ്റിലാവണ മാതിരി. നിങ്ങൾ ഓൺലൈൻ കുറേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് വെച്ചാൽ ചിലപ്പോൾ അവിടെ വൈറൽ പോകാനും വഴിയുണ്ട്. അപ്പോൾ ഇതൊരു കുറേ ഒരു റെക്കഗ്നിഷൻ വരണ എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ എഫേർട്സിന് വേണ്ടിയിട്ട്. 5 സോഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എനർജി. ഈ എനർജിയാണ് നിങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ വേറെ ഒരു പുതിയ എനർജിയിലേക്ക് പോകണത്. അപ്പോൾ 5 സോഡ്സ് പാസ്റ്റിൽ നിങ്ങൾ ഏതോ ഒരു അൺഹെൽതി സിറ്റുവേഷന് വാക്ക് അവേ ചെയ്യണ എനർജിയാണ്. കുറേ ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു നിങ്ങളുടെ ചുറ്റുഭാഗത്തിൽ. ഇത് ഫ്രണ്ട്സ് ആയിരിക്കാം, കലീഗ്സ് ആയിരിക്കാം, പക്ഷെ കുറേ ജലസി മാതിരി ഒരു എനർജിയാണ് കാണുന്നത്. ആൻഡ് ഈ എനർജിയിൽ വിട്ടിട്ടാണ് നിങ്ങൾ എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എനർജിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നില്ല. അപ്പം നിങ്ങൾ വാക്ക് അവേ ചെയ്തു. അപ്പോൾ മേ ബി ചില ഫ്രണ്ട്സോ ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയി, നിങ്ങൾ ഡിസ്റ്റൻസ് വെക്കാൻ തുടങ്ങി. ഏസ് സോഡ്സ് നിങ്ങളുടെ ജൂണിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ കുറേ ബ്രേക്ക് ത്രൂസ് ഉണ്ട്. ഇവിടെ കുറേ സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ ക്ലാരിറ്റി കിട്ടണ എനർജിയാണ്. ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ന്യൂ ഐഡിയാസിൻ്റെ എനർജിയാണ് ഇത്. ന്യൂ ഓപ്പർച്യൂണിറ്റി ഓഫറുടെ എനർജിയാണ്. കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ജൂൺ മാസം ഡെഫിനറ്റ്ലി കുറേ ഒരു ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് എനർജിയാണ്. കുറേ ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് ഈ മാസം. പക്ഷേ അഗൈൻ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴേക്കും ജൂൺ വിട്ടിട്ട് ജൂലൈയിലാവുമ്പോഴേക്കും നിങ്ങളുടെ ആദ്യം കുറച്ച് എനർജി ലോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യേണ്ട വരാൻ. പക്ഷേ മേ ബി നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണില്ല. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതിൽ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റീസിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെരി ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അതിനെ മിസ് ഔട്ട് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിക്കില്ല, പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്, വർത്ത് ട്രൈങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. ഇത് സ്കോർപ്പിയോ എനർജിയാണ്. മേ ബി നിങ്ങളൊരു സ്കോർപ്പിയോയുടെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക, ഓറൽസ് വേറെ ഒരു വാട്ടർ സൈൻ ആയിരിക്കാം, ക്യാൻസർ, പൈസീസും ആവാം. പക്ഷേ ഈ പേഴ്സൺ എങ്ങനെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചാലഞ്ച് ആയിട്ടാണ് പോസ് ചെയ്യണത് നിങ്ങളുടെ ജൂൺ മാസത്തിൽ.
ഇത് വേറൊരു പേഴ്സൺ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ എനർജി ആവാം. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പൺലി എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അതുകൊണ്ട് കുറെ പ്രോബ്ലംസ് ക്രിയേറ്റ് ആവണേ, ഓറൽസ് നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ട് വെച്ചാൽ എപ്പോഴും ഒരു ബ്ലോക്കായി ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സും പോയിന്റ് ഓഫ് വ്യൂ എക്സ്പ്രസ് ചെയ്യാൻ ഒരു സേഫ് സ്പേസ് ഇല്ല, നിങ്ങൾക്ക് ആ ഫ്രീഡം കിട്ടില്ല. പക്ഷെ 9 ഓഫ് കപ്സ് ആണ് അഡ്വൈസ് യൂണിവേഴ്സിന്റെ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഒന്നും ടെൻഷൻ എടുക്കരുത്, എന്ന് വെച്ചാൽ എല്ലാം ശരിയായി പോവും, നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇരുന്ന് എൻജോയ് ചെയ്യേ വേണ്ടു. അപ്പോൾ ഒന്നും ടെൻഷൻ എടുക്കണ്ട, എന്ന് വെച്ചാൽ എല്ലാം ശരിയായി പോവും. 7 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യത്തിൽ ചില ബ്ലോക്കേജസ്, ചില ചാലഞ്ചസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സ് ഒക്കെ നിങ്ങളോട് പറയേണ്ടത് എന്താ വെച്ചാൽ ഗിവ് അപ്പ് ചെയ്യരുത്, അങ്ങനെ തന്നെ നിങ്ങളുടെ എന്താ സ്റ്റാൻഡ് ഇല്ല വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾക്ക് സക്സസ് കിട്ടുള്ളൂ. ഗിവ് അപ്പ് ചെയ്താൽ പിന്നെ അതിൻ്റെ ഔട്ട്കം ഒബ്വിയസ്ലി പോസിറ്റീവ് ആവില്ല. പക്ഷെ ഗിവ് അപ്പ് ചെയ്യാണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ ബിലീഫ്സിന് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും അവരുടെ ഐഡിയാസ് ഇമ്പോസ് ചെയ്യുന്ന വെച്ചാൽ ജസ്റ്റ് കേൾക്കുക. പക്ഷെ നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്, ഗിവ് അപ്പ് ചെയ്യരുത്. ആൻഡ് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഔട്ട്കം. അപ്പോൾ ഔട്ട്കം അഗൈൻ കുറെ പോസിറ്റീവ് ആണ്, കുറെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഞാൻ കാണുന്നു. ആൻഡ് ഇതൊരു സിംഗിൾ എനർജിയാണ്, ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി എൻജോയ് ചെയ്യും ജൂൺ മാസത്തിൽ. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണെന്ന്. ഈ 6 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു വർക്ക് റിലേറ്റഡ് നിങ്ങൾക്ക് കുറെ സക്സസ് നിങ്ങൾ കാണും. ടവർ. അപ്പൊ എന്തോ ഒരു സഡൻ ഷോക്കിംഗ് ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇതുകൊണ്ട് നിങ്ങൾക്ക് കുറെ സക്സസ് കിട്ടണു, കുറെ ഒരു സഡൻ പോപ്പുലാരിറ്റി, സഡൻ സക്സസ്, അൺഎക്സ്പെക്റ്റഡ് എന്തോ അറ്റൻഷൻ നിങ്ങളുടെ മുകളിൽ വരാൻ പോകുന്നുണ്ട്. ഇതോടെ നിങ്ങളുടെ ബേർഡൻസ് ഒക്കെ എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡൗട്ട്സ്, ഫിയർ, ബാഗേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു വെച്ചാൽ അതൊക്കെ തീരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൽ. 5 സോഡ്സ് ഇവിടെ പാസ്റ്റിൽ ഫൂൾ, ഏരീസ് എനർജി. അപ്പോൾ അഗൈൻ ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ആ സിറ്റുവേഷന് നിങ്ങൾ വാക്ക് അവേ ചെയ്തു. എന്നുവെച്ചാൽ ആ സിറ്റുവേഷനിൽ ഇൻവോൾവ് ഉള്ള ആൾക്കാർ കുറെ നെഗറ്റീവ് ആയിരുന്നു. ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കാൻ തുടങ്ങി. ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലാണ് നിങ്ങൾ പോണത്. ഇതൊരു ലവ് ലൈഫിലും ആവാം, മേ ബി ലവ് സിറ്റുവേഷനിലും നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് കുറെ ഫൈറ്റ്സ്, കുറെ ഒരു ചെറിയ ചെറിയ കാര്യത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും അൺഹെൽതി കോമ്പറ്റീഷൻ അങ്ങനത്തെ ഒരു എനർജി ഉണ്ടായതുകൊണ്ട് നിങ്ങൾ മേ ബി വാക്ക് അവേ ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. അപ്പോൾ ഈ ഏസ് ഓഫ് സ്വാർഡ്സ്, 10 ഓഫ് പെന്റിക്കിൾസ്, അഗൈൻ പൈസയുടെ കാര്യത്തിൽ ഈ മാസം റിയലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലക്കിയാണ്. ഞാൻ കാണുന്നത് കുറെ അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോണത്. ഫിനാൻഷ്യലി കുറെ ബൾക്ക് മണി ഒരുമിച്ച് വരും. മേ ബി ബോണസ് ആയിട്ട് ലോട്ടറി നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ അത്, പിന്നെ ഈ പ്രോപ്പർട്ടി വിൽക്കണ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആയിരിക്കാം. അതിലും ഇങ്ങനെ ബൾക്കായിട്ട് മണി വരും. അതല്ല വെച്ചാൽ വേറെ എന്തെങ്കിലും കാര്യത്തിന്റെ ത്രൂ, വേറെ ഒരു സോഴ്സിന്റെ ത്രൂ ഇങ്ങനെ ബൾക്കായിട്ട് മണി വരണ എനർജി ഞാൻ കാണുന്നു. അപ്പോൾ അതല്ല വെച്ചാൽ മേ ബി ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്ന് പറയുന്നുണ്ട്. അതും ആവാം. ഇതൊരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ ഒരു സഡൻ പ്രപ്പോസൽ വരിക, ഇല്ലച്ചാ ഒരു ഓഫർ, ലവ് ഓഫർ വരിക, അങ്ങനെയും ആവാം. ഓറൽസ് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ ഇഷ്യൂസ് ഉണ്ടായെന്ന് വെച്ചാൽ മേ ബി അവർ റീകൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും. അപ്പോൾ 4 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ഹെർമിറ്റ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ജൂൺ എൻഡ് ആകുമ്പോഴേക്കും കുറച്ചൊരു ഐസൊലേറ്റഡ് മാതിരി എനർജിയിലായിരിക്കും. ഒന്നിലും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യണം എന്നുണ്ടാവും. മേ ബി എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ടാവും, റീസേർച്ച് ചെയ്യാനുണ്ടാവും, പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നിങ്ങളുടെ മുഴുവനെ കോൺസെൻട്രേഷൻ അതിലാണ്. അപ്പോൾ വേറെ കാര്യം എന്തെങ്കിലും വരുമ്പോഴും നിങ്ങൾ അതിനെ റിജക്റ്റ് ആണ് ചെയ്യണത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയേണ്ടത് സൂക്ഷിച്ച് റിജക്റ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഇതിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിയലി നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അത് മിസ് ഔട്ട് ചെയ്യരുത്. വെർഗോ എനർജിയാണ് ഹെർമിറ്റ്. ഇത് ഒരു ലവ് സിറ്റുവേഷനും ആവാം. മേ ബി ലവിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ആരോ മെസ്സേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഓരൽസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ പേഴ്സൺ അത്ര ഒരു നല്ല മാച്ച് അല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ജസ്റ്റ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നോക്കുക, ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബെസ്റ്റ് മാച്ച് ആയിരിക്കാം. അപ്പോൾ കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. എന്തുകൊണ്ടാണ് അതങ്ങനെ? എംപ്രസ്, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ മേ ബി മാരിഡ് ആയിരിക്കാം, ഓറൽസ് അവരുടെ ലൈഫിൽ വേറെ ഒരു വുമൻ ഉണ്ട്, പറഞ്ഞ ഒരു മദർലി ഫിഗർ ആയിരിക്കാം. ആ പേഴ്സൺ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ഉണ്ടാവുക. ഇവിടെ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്, ഒരു ന്യൂ ബിഗിനിങ്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഇൻവോൾവ് ആണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. ആൻഡ് ഈ ചേഞ്ച് ഉണ്ടാവുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ കാരണമാണ്. അപ്പോൾ ഈ 9 ഓഫ് കപ്സ് ഇവിടെ എന്തുകൊണ്ടാണ് അഡ്വൈസ്? 9 ഓഫ് വാൻഡ്സ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ അഗൈൻ നിങ്ങൾ കുറെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുക. പക്ഷെ യൂണിവേഴ്സിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് ഒന്നും പേടിക്കാണ്ട് മുമ്പോട്ട് പോവാ, നിങ്ങൾക്ക് എല്ലാം സപ്പോർട്ട് ഉണ്ട്, നിങ്ങളുടെ വിഷസ് എല്ലാം ഗ്രാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു മൈനർ സെറ്റ് ബാക്ക് ആണ്. ഇത് പേടിച്ചിട്ട് നിങ്ങളെ മുമ്പോട്ട് പോകാൻ സ്റ്റോപ്പ് ചെയ്യരുത്. ആൻഡ് കുറേ ഹീലിംഗ് എനർജീസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 7 ഓഫ് വാൻഡ്സ് എന്തുകൊണ്ടാണ്? ഹിഡൻ ഫാക്ടറിൽ 3 ഓഫ് കപ്സ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും ചില ബ്ലോക്കേജസ് ഞാൻ കാണുന്നു. സോഷ്യലൈസിങ് ഫ്രണ്ട്ഷിപ്പ് ആ കാര്യത്തിലും ചില ബ്ലോക്സ് ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി ഓവർകം ചെയ്യും. ഇത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, വേറെ ഏരിയാസ് ഓഫ് ലൈഫിലും ചില ബ്ലോക്സ് ഉണ്ടായാലും ഡോണ്ട് ഗിവ് അപ്പ്. അതാണ് മെസ്സേജ്. എന്നുവെച്ചാൽ ഇവിടെ വിക്ടറി നിങ്ങളുടെ ആണ്, നിങ്ങൾ ഫൈനലി നിങ്ങൾ ജയിക്കും. അപ്പോൾ ഗിവ് അപ്പ് ചെയ്യരുത്. കുറച്ച് ചാലഞ്ചസ് ഉണ്ടായാലും അതിന് ഫേസ് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ബാക്ക് ചെയ്യുക. അപ്പോൾ ഈ 9 ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഔട്ട്കം? ഡെവിൽ. അപ്പോൾ ഇത് കുറച്ചൊരു സൂക്ഷിക്കണ കാര്യമാണ്. ഈ ഡെവിൽ എന്തുകൊണ്ടാണ് ഇവിടെ? 2 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇത് അഗൈൻ ഒരു ഇൻഡിസിഷൻ്റെ എനർജിയാണ്, ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഡെവിലും 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ടാവുമ്പോൾ ഒരു ഓവർലി ഇൻഡിപെൻഡൻറ്റ് പേഴ്സണിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ അത് സെൽഫിഷ്നെസ്സും ആവും. ഞാൻ മാത്രം എല്ലാം ചെയ്തു, ഞാൻ തനിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ഞാൻ പറയുമ്പോൾ അത് കുറച്ചൊരു ഈഗോ കൂടണ എനർജി ആണ് ഞാൻ കാണുന്നത് ഇവിടെ. അത് കുറച്ച് സൂക്ഷിക്കുക. ആൻഡ് സ്റ്റാഗ്നൻസി ഉണ്ടാവാൻ വഴിയുണ്ട്. ചില കേസസിൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി ഒരു ഡിസിഷൻ എടുക്കാണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻ്റ് ആയി പോകുമ്പോൾ അപ്പോഴും ഡെവിൽ കാണും നിങ്ങളുടെ റീഡിങ്സിൽ. അപ്പോൾ അതും കുറച്ച് സൂക്ഷിക്കുക. എന്നുവെച്ചാൽ എന്തോ ഒരു ഡിസിഷൻ ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഡിസിഷൻ ശരിക്കും എടുക്കുക. ചില കേസസിൽ ഇത് ഒരു പേഴ്സൺ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് കുറേ പൈസ വന്നിട്ടുണ്ട് വെച്ചാൽ അവർ നിങ്ങളെ വേറെ ഒരു ഇല്ലീഗൽ ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയും. അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷൻ തരും. ഇല്ല വെച്ചാൽ ചില ആൾക്കാരുണ്ട്, സ്കാം ചെയ്യണ ആൾക്കാർ. അവർ വന്ന് പറയും ഇതിൽ പൈസ ഇട്ടാൽ ഇത് ഡബിൾ ആവും. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെച്ചാൽ അത് ബ്ലോക്ക് ചെയ്യുക. എന്നുവെച്ചാൽ അത് ഒരു റോങ് എനർജിയാണ്, ഡെവിളുടെ എനർജിയാണ്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല എനർജി അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്കാമോ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്, ക്വിക്ക് മണിയുടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എനർജി ഉണ്ടാച്ചാൽ, ആൾക്കാരുണ്ടാച്ചാൽ അവരെ കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജസ് എന്താണ് ഇവിടെ? ഓറക്കിൾ മെസ്സേജസ് പറയണു പ്രോസ്പെരിറ്റി ലൈസ് അഹെഡ്, ന്യൂ മൂൺ ഇൻ ടോറസ്. അപ്പോൾ ഇതാണ് ഞാൻ പറയേണ്ടത്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇതൊരു നല്ല മാസമാണ്. അപ്പോൾ ഈ എനർജീസിനെയൊക്കെ സൂക്ഷിക്കുക, ഓർമ്മ വയ്ക്കുക ആൻഡ് യൂസ് ചെയ്യുക നിങ്ങളുടെ ജൂൺ മാസത്തിന്. അപ്പോൾ ക്യാൻസർ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.
ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യുക. എനിക്ക് എന്നെ റീച്ച് ഔട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട്, ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇമെയിൽ ഉണ്ട്. ഇല്ലാച്ചാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാം എൻ്റെ കൂടെ ആൻഡ് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.